ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ ആവറേജ് മാർക്ക് 60 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആവറേജ് മാർക്ക് ഈസ് 60. ഇതിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആവറേജ് 60 ആണ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 പറയുന്നത് ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 70യും ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 50 ആണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. സോ ആവറേജ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ തന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ മാർക്കും ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അങ്ങനെയല്ലേ. സോ നമുക്ക് ഇതിൽ n നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. n നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ആവറേജ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് 1 പ്ലസ് സ്റ്റുഡൻറ്റ് 2 പ്ലസ് സ്റ്റുഡൻറ്റ് 3 പ്ലസ് എക്സെട്ര അപ് ടു സ്റ്റുഡൻറ്റ് nth സ്റ്റുഡൻറ്റ് ഡിവൈഡ് ബൈ n. നമുക്ക് ആവറേജ് തന്നിട്ടുണ്ട് 60 ആണെന്ന്. സോ ഇതാണ് നമ്മൾ ആവറേജ് വരുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? S1 പ്ലസ് S2 പ്ലസ് എക്സെട്ര എന്തായിട്ട് എഴുതാം? S1 പ്ലസ് S2 പ്ലസ് S3 പ്ലസ് എക്സെട്ര പ്ലസ് Sn ഇസ് ഈക്വൽ ടു എന്താണ്? 60 ഇൻറ്റു n ആണ്, അതായത് 60n. ഇങ്ങനെ എഴുതാലോ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിട്ടുണ്ട് ഹയസ്റ്റ് 70 ആണ്, അതായത് നമുക്ക് സ്റ്റുഡൻറ്റ് 1ന് 70 കൊടുക്കാം. അതേപോലെ ലോവസ്റ്റ് 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് സ്റ്റുഡൻറ്റ് 2 അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് n 50 കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് S2 പ്ലസ് S3 പ്ലസ് എക്സെട്ര പ്ലസ് 70 പ്ലസ് 50 ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? 60 ആണ് വരിക. ഓക്കെ, 60n ആണ് വരുന്നത്. ഇതിൽ അപ്പോൾ നമുക്ക് ഇതിന്ന് S2 പ്ലസ് S3 പ്ലസ് എക്സെട്ര ഇസ് ഈക്വൽ ടു എന്തെഴുതാം? 60n മൈനസ് 70 പ്ലസ് 50 എന്താ വരുന്നത്? 70 പ്ലസ് 50 വരുന്നത് 120 ആണ്. സോ നമുക്ക് S2 പ്ലസ് S3 പ്ലസ് എക്സെട്ര Sn മൈനസ് 1 വരെ 60n മൈനസ് 120 ആണ് വരുന്നത്. ഇത് വെച്ചിട്ട് നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? എക്സ്ക്ലൂഷൻ ഓഫ് ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് മാർക്സ് ഫ്രം ദിസ് ക്ലാസ് ഡസ് നോട്ട് ചേഞ്ച് ദ ആവറേജ്. ഹയസ്റ്റ് മാർക്കിനെയും ലോവസ്റ്റ് മാർക്കിനെയും മാറ്റിയാൽ പോലും ആവറേജ് ചേഞ്ച് ആവില്ല എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹയസ്റ്റ് മാർക്സിനെയും ലോവസ്റ്റ് മാർക്കിനെയും മാറ്റുമ്പോൾ ഓക്കെ സെയിം, ഹയസ്റ്റ് ലോവസ്റ്റും തന്നിട്ടുള്ളത് 70 50 ആണ്. സോ S1ഉം Snനെയും മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? S2 പ്ലസ് S3 പ്ലസ് എക്സെട്ര ഡിവൈഡ് ബൈ n മൈനസ് 2 ഇസ് ഈക്വൽ ടു 60 എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഇതാണ് പറയുന്നത്. സോ ഇതിൽ നമുക്ക് S2 പ്ലസ് S3 പ്ലസ് എക്സെട്ര നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 60n മൈനസ് 120 ആണെന്ന്. സോ ഇതെങ്ങനെ എഴുതാം? 60n മൈനസ് 120 the whole thing divided by n minus 2 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 60 എന്ന് വരും. ഇതിൽ നമ്മൾ 60 പുറത്തെടുക്കുകയാണെങ്കിൽ 60 ഇൻറ്റു n മൈനസ് 2 the whole thing divided by n minus 2 is equal to 60 എന്ന് വരും. അതായത് നമുക്ക് n മൈനസ് 2 ക്യാൻസൽ ചെയ്യാം. 60 ഈക്വൽ ടു 60 എന്നുള്ളൊരു ഇക്വേഷനാണ് കിട്ടുന്നത്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് ഇതിന് എന്നിന് കുറേ വാല്യൂസ് പോസിബിൾ ആണ്. നമുക്കൊരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള വാല്യൂ നമുക്കിതിന് കൊടുക്കാൻ പറ്റില്ല. സോ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ പറയാൻ പറ്റുന്നില്ല. സോ 2 സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് പോലും നമുക്ക് എന്തില്ല ആൻസർ കിട്ടുന്നില്ല. സോ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ D ആണ്. The question cannot be answered even by using both the statements together.
സോ ഓപ്ഷൻ നമ്പർ ഡി.